എല്ലാവർക്കും നമസ്കാരം. ഞാനിതാ വീണ്ടും എത്തിയിരിക്കുന്നു. ഇത്തവണ നിങ്ങൾക്ക് ഞാൻ നൽകുന്നത് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്ന വിഭാഗത്തിലെ 2 ചോദ്യ ഉത്തരങ്ങളാണ്. നമ്മുടെ ചോദ്യപേപ്പറിൽ ഉറപ്പായിട്ടും കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്നൊരു ചോദ്യം വരിക പതിവാണ്. നമ്മൾ പഠിച്ച ഏതൊരു പാഠത്തിലെയും കഥാപാത്രങ്ങളെ അടിസ്ഥാനമാക്കി ഇത്തരം ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് നമ്മുടെ ഉത്തരത്തിലേക്കും ഒന്ന് പോകാം. ഈ ഉത്തരം നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് 6 മാർക്കാണ് കേട്ടോ ലഭിക്കുക. അതുകൊണ്ട് ശ്രദ്ധാപൂർവം ഇതൊന്ന് പഠിക്കൂ. ഫസ്റ്റ് ചോദ്യം, കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. കത്തട്ടെ, ഒക്കെ കത്തി നശിക്കട്ടെ, അതാ നല്ലത്. ഇവിടുത്തെ ദാരിദ്ര്യവും പട്ടിണിയും വഴക്കും ഒക്കെ മറ്റുള്ളവർ അറിയേണ്ടതിനു മുമ്പ് കത്തി നശിക്കുക നല്ലത്. ദുരഭിമാനം വെച്ചു പുലർത്തുന്ന കുടുംബത്തിലെ ഗൃഹനാഥിയായ സുശീല എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. ഈ കഥാപാത്രം കല്യാണസാരി എന്ന പാഠത്തിലേതാണ്. നമുക്ക് ചെയ്യാം. ശ്രീജ കെവിയുടെ കല്യാണസാരി എന്ന ലഘുനാടകത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് സുശീല. വീട്ടിലെ ബുദ്ധിമുട്ടുകൾ ഉള്ളിലൊതുക്കി നീറിപ്പുകയുന്ന മനസ്സുമായി ജീവിക്കുന്ന ഒരു സാധു സ്ത്രീ. ഭർത്താവും പണിയെടുക്കാൻ പ്രായമായ മകനുമുണ്ടെങ്കിലും അവരുടെ യാതൊരു സഹായവും സുശീലയ്ക്ക് ലഭിക്കുന്നില്ല. അവർ നിധി പോലെ കാത്തു സൂക്ഷിച്ച കല്യാണസാരിയുടെ ഒരു ഭാഗം ഭർത്താവിന്റെ പുകവലിയാൽ കത്തിപ്പോകുമ്പോൾ സുശീലയ്ക്കത് സഹിക്കാൻ കഴിയുന്നില്ല. സാരി കത്തിയത് ദുശ്ശകുനമായി അവർ കാണുന്നു. വലിയ തറവാടുകളിൽ കുലമഹിമയ്ക്ക് പ്രാധാന്യം നൽകുകയും അക്കാരണത്താൽ പുറംപണികൾക്ക് സ്ത്രീകൾ പുറത്തു പോകാതിരിക്കുകയും ചെയ്യുക സാധാരണമാണ്. സുശീലയുടെ കുടുംബം അത്തരത്തിൽ പെടുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീടും കാട് പിടിച്ചൊരു പറമ്പും നേരാവണ്ണം ചോറുണ്ടിട്ട് എത്ര ദിവസത്രയായി എന്ന സുശീലയുടെ വാക്കുകളിൽ നിന്നും കുടുംബത്തിന്റെ അവസ്ഥ വ്യക്തമാകുന്നുണ്ട്. എല്ലാ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കുന്ന സുശീലയെ മകളുടെ സ്നേഹമില്ലായ്മയും മകന്റെ ദേഷ്യവും നശീകരണ പ്രവർത്തികളും ഭർത്താവിന്റെ ഉത്തരവാദിത്വമില്ലായ്മയും താൻ നിധി പോലെ കാത്തു സൂക്ഷിച്ച കല്യാണസാരി കത്തിയതുമെല്ലാം ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നു. മരണത്തിൽ നിന്നും രക്ഷിക്കുന്ന പാറുക്കുട്ടിയുടെ വാക്കുകൾ സുശീലയിലേക്ക് പുതുജീവൻ നൽകുന്നു. ദുരഭിമാനം കളഞ്ഞ് പുറത്തിറങ്ങി എന്തു പണിയും ചെയ്യാനുള്ള തന്റെ ഇടം സുശീലയിൽ ജനിക്കുന്നു. മറ്റുള്ളവരെ ആശ്രയിക്കാതെ പണിയെടുത്താൽ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ മാറുമെന്ന ശുഭാപ്തി വിശ്വാസവും പണിയെടുക്കാനുള്ള മനസ്സും സുശീലയിൽ ഉണ്ടാകുന്നു. ഇത്രയുമാണ് ഞാനിപ്പോൾ ഈ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നന്നായി പഠിക്കുക. നമുക്ക് മറ്റൊരു കഥാപാത്രത്തെ ഒന്ന് നിരൂപണം ചെയ്താലോ? അതാരാണെന്ന് നോക്കാം. ഇതാ, രോഗക്കിടക്കയിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുന്ന കുട്ടിപ്പാപ്പൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. കുട്ടിപ്പാപ്പൻ എന്ന കഥാപാത്രം ഏതു പാഠത്തിലേതാണ്? ഞാനിവിടെ രേഖപ്പെടുത്താൻ വിട്ടുപോയി. കുടിയൊഴിപ്പിക്കപ്പെടുന്നവർ, സറ ജോസഫിന്റെ കൃതിയിലേതാണത്. കുടിയൊഴിപ്പിക്കപ്പെടുന്നവർ. ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. സാറ ജോസഫിന്റെ ആലാഹിയുടെ പെൺമക്കൾ എന്ന നോവലിലെ കഥാപാത്രമായ കുട്ടിപ്പാപ്പൻ സ്വന്തം മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. എഴുന്നേറ്റ് നടക്കാൻ പോലും ആരോഗ്യമില്ലെങ്കിലും 8 മുറിയിലെ താമസക്കാരെ ഒഴിപ്പിക്കുന്നതിനെതിരെ അയാൾ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. അതിനായി മരണം വരെ നിരാഹാരം കിടക്കാനും അയാൾ തയ്യാറാകുന്നു. അനീതിക്കെതിരെ പടവെട്ടുന്ന ഒരു വീരയോദ്ധാവിന് തുല്യനാണ് അയാൾ എന്ന് പറയാം. സമ്പന്നവർഗം കോക്കാഞ്ചിറയും പരിസരവും സ്വന്തമാക്കുന്നതിനെതിരെ കോക്കാഞ്ചിറയും പരിസര പ്രദേശങ്ങളും എന്നാക്കണം കേട്ടോ. പരിസര പ്രദേശങ്ങളും
സ്വന്തമാക്കുന്നതിനെതിരെ കുട്ടിപ്പാപ്പൻ ആനിയെ കൊണ്ട് പലർക്കും കത്തുകൾ എഴുതിച്ച് അയക്കുന്നു. കൂടാതെ AKGയുടെ ആരാധകനായ കുട്ടിപ്പാപ്പൻ 8 മുറി ഒഴിപ്പിക്കുന്നതിനെതിരെ അദ്ദേഹത്തിന് കത്ത് എഴുതുന്നുണ്ട്. ഒറ്റയാൾ നിരാഹാര സമരം ഒരു പാഴ്വേലയാണെന്നും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടി മാത്രമേ നിരാഹാര സമരം വിജയിക്കൂ എന്നും കൊച്ചച്ഛൻ പറയുമ്പോൾ കുട്ടിപ്പാപ്പൻ എതിർക്കുന്നു. ഗാന്ധിജിയുടെയും AKGയുടെയും പോരാട്ടങ്ങൾ എടുത്തു പറഞ്ഞ് ജ്വലിച്ചു നിൽക്കുന്ന കുട്ടിപ്പാപ്പനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സ്വന്തം വീട്ടിലെ ബുദ്ധിമുട്ടുകളിൽ ഒതുങ്ങിക്കൂടി ജീവിക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. കോക്കാഞ്ചിറയിൽ അത്യാവശ്യം അറിവും വിദ്യാഭ്യാസവുമുള്ള ആളായിരുന്നു അയാൾ. മറ്റുള്ളവരുടെ വിഷമങ്ങൾ അയാളുടെയും വിഷമമായിരുന്നു. അതുകൊണ്ടാണ് അയാളുടെ ആരുമല്ലാത്ത 8 മുറിക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അയാൾ തയ്യാറാകുന്നത്. 8 മുറിക്കാർക്ക് 8 മുറി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പണമുള്ളവർ എന്തിനേയും അവരുടെ കാൽച്ചോട്ടിൽ എത്തിക്കുമെന്നും കോക്കാഞ്ചിറ പൂർണ്ണമായും നമ്മുടേതല്ലാതാകുമെന്നും കുട്ടിപ്പാപ്പൻ പറയുന്നതിലൂടെ അയാളുടെ ദീർഘവീക്ഷണം എത്ര വലുതാണെന്ന് പിൽക്കാല സംഭവങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇത്രയുമാണ് ഞാൻ ഈ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞു തരുന്നത്. നമ്മൾ ഈ ക്ലാസ്സിൽ 2 കഥാപാത്ര നിരൂപണമാണ് നടത്തുന്നത്. ഒന്ന് കല്യാണസരിയിലെ സുശീല എന്ന കഥാപാത്രവും 2 കുടിയൊഴിപ്പിക്കപ്പെടുന്നവർ എന്ന പാഠത്തിലെ കുട്ടിപ്പാപ്പൻ എന്ന കഥാപാത്രവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ 2 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോഴേക്കും ഞാൻ അടുത്ത ചോദ്യ ഉത്തരങ്ങളുമായിട്ട് എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.